ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നാളെ തുടക്കം. വന്യജീവി ആക്രമണ മേഖലകളിൽ മന്ത്രിതല സംഘം സന്ദർശനം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂക്കോട് റാഗിംഗ് മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാല ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം. ബീഹാർ സ്വദേശികളുടെ കുട്ടിയെ തലസ്ഥാനത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി പിടിയിൽ. ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് നാളെ തുടക്കമാകും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ ഒന്നാമത്. വാർത്തകൾ വിശദമായി. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നാളെ തുടക്കം. തെലങ്കാന, തമിഴ്നാട്, ഒഡീഷ, പശ്ചിമബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സന്ദർശനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലായി 1,06,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ നാളെ രാവിലെ തെലങ്കാനയിൽ 56,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. തുടർന്ന് തമിഴ്നാടും മറ്റന്നാൾ തെലങ്കാനയിലെ ഹൈദരാബാദും സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞാണ് ഒഡീഷ സന്ദർശിക്കുക. ബുധനാഴ്ച പശ്ചിമബംഗാളും തുടർന്ന് ബീഹാറും സന്ദർശിക്കും. ജനവാസ മേഖലയിൽ വന്യജീവികളുടെ ആക്രമണങ്ങൾ പ്രതിരോധിക്കുമ്പോൾ ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണ പ്രതിരോധത്തിന് വലിയ പരിഗണന നൽകും. മേഖലകളിൽ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാല ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചു. ഡീനിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചുവെന്നും വാർഡൻ എന്ന നിലയിൽ ഡീൻ ഹോസ്റ്റലിൽ ഉണ്ടാകേണ്ടതായിരുന്നുവെന്നും മന്ത്രി പ്രതികരിച്ചു. ജീവനക്കാരുടെ കുറവിനെക്കുറിച്ച് ഡീൻ പറയേണ്ട ആവശ്യമില്ല. ഡീൻ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുകയാണ് വേണ്ടത്. അത് ചെയ്തിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതിയെ കോളേജ് ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് ആരംഭിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് കൽപ്പറ്റ ഡിവൈഎസ്പി TN സജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ കോളേജ് ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. കേസിലെ പ്രധാന പ്രതിയായ സിൻജോ ജോൺസണെയാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത്. അതേസമയം മരണവുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ഡീൻ ഡോക്ടർ നാരായണൻ പറഞ്ഞു. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ മൃഗീയമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പോലീസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി. പ്രതികളെ രക്ഷിക്കാനാണ് പോലീസ് ആദ്യം ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ MP ശ്രീ സുരേഷ് ഗോപി സിദ്ധാർത്ഥന്റെ കുടുംബത്തെ സന്ദർശിച്ചു. സംഭവത്തിലെ പ്രതികളെ ക്രൂരമായി ശിക്ഷിക്കണമെന്നും കേസ് CBI പോലൊരു ഏജൻസി അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് നാളെ തുടക്കം. ഈ മാസം 25 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്തെ 2955 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,105 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത്. ഇവരിൽ 2,09,580 പേർ പെൺകുട്ടികളാണ്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലായി നടത്തും. ഹയർ സെക്കൻഡറി പരീക്ഷകൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്തെ 2, 4, 6, 8, 10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി. ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ മീഡിയം പുസ്തകങ്ങൾ ഉൾപ്പെടെയാണിത്. പുസ്തകങ്ങളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മാർച്ച് 12 തീയതി രാവിലെ തിരുവനന്തപുരത്ത് നടക്കും. 1, 3, 5, 7, 9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ അച്ചടി മെയ് മാസം ആദ്യ ആഴ്ച പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കന്നി വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ കേന്ദ്രം നടപ്പാക്കുന്ന പ്രചാരണ പരിപാടിയാണ് മേരാ പെഹല വോട്ട് ദേശ് കെ ലിയെ. പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ മേജർ രവി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നമസ്കാരം, ഞാൻ മേജർ രവി. നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞവരാണോ? നിങ്ങൾക്ക് വോട്ടവകാശമുണ്ട്. ഈ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനിക്കാൻ യു ആർ പവർഫുൾ. നിങ്ങൾക്ക് തീരുമാനിക്കാം ആരായിരിക്കണം നിങ്ങളുടെ ഗവൺമെന്റ്. അതേപോലെ തന്നെ ആ അവകാശം വിനിയോഗിച്ച് തിരഞ്ഞെടുക്കൂ. നോൺ കറപ്റ്റഡ്, അപ്രൈറ്റ് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റിനെ തീരുമാനിക്കൂ. അതിനുള്ള എല്ലാ അധികാരങ്ങളുമുള്ള നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കണം, യു ഗോട്ട് അനദർ റൈറ്റ്. വോട്ട് ചെയ്ത് മുന്നോട്ട് പറഞ്ഞേക്കുന്നവരെ ചോദ്യം ചെയ്യാനുള്ള അധികാരവും നിങ്ങൾക്കുണ്ട്. യൂസ് യുവർ റൈറ്റ്സ് ആൻഡ് വോട്ട് ആൻഡ് ബി എ പാർട്ട് ഓഫ് ദ നേഷൻ ബിൽഡിംഗ്. താങ്ക് യു. ജയ് ഹിന്ദ്. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. പേട്ടയിൽ നിന്ന് ബീഹാർ സ്വദേശികളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി പിടിയിൽ. കൊല്ലത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ഫെബ്രുവരി 19 പുലർച്ചെയാണ് കുഞ്ഞിനെ കാണാതായത്.
സംസ്ഥാനത്ത് പൾസ് പോളിയോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി പോളിയോ തുള്ളിമരുന്ന് വിതരണം പൂർത്തിയായി. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പോളിയോ പ്രതിരോധ മരുന്ന് നൽകിയത്. ഇന്ന് തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഭവന സന്ദർശന വേളയിൽ തുള്ളിമരുന്ന് നൽകും. തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ട ചെന്നീർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ലക്ഷദ്വീപിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം നടന്നു. പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഷഹബാസ് ഷെരീഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം നേതാവായ ഷഹബാസ് ഷെരീഫ് 201 വോട്ടുകൾ നേടി. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ ഒന്നാമതെത്തി. നിലവിൽ ഒന്നാമതായിരുന്ന ന്യൂസിലാൻഡിനെ പിന്തള്ളിയാണ് ഇന്ത്യയുടെ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നാളെ തുടക്കം. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണ മേഖലകളിൽ മന്ത്രിതല സംഘം സന്ദർശനം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂക്കോട് റാഗിംഗ് മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാല ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ജെ ചിഞ്ചുറാണി. ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് നാളെ തുടക്കമാകും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ ഒന്നാമത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.